ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടും ചൂടിൽ നിറയെ പൂക്കളുമായി നിൽക്കുന്ന ബോഗൺവില്ല നമ്മുടെ എല്ലാം ഉദ്യാനങ്ങളിലെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ താരമായിട്ട് എത്തിയിരിക്കുന്നതും ബോഗൺവില്ലയാണ്. ഒരുപാട് നിറങ്ങളിൽ ലവലേശം പോലും വെയിലിനെ ശ്രദ്ധിക്കാതെ നിറയെ പൂക്കളുമായി നിൽക്കുന്ന സുന്ദരി. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉദ്യാനങ്ങളിലും ബോഗൺവില്ല സ്ഥാനം പിടിച്ചു കഴിയും. ഇത് വെറും ഒരു അലങ്കാരച്ചെടിയല്ല കേട്ടോ. ബോൺസായി ആയി വളർത്താനും ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ തന്നെ പലതരത്തിലുള്ള പൂക്കൾ ഒരുമിച്ചുണ്ടാകാനുമൊക്കെ ആകർഷകവുമായ ആകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനും പറ്റുമെന്നതിനാൽ ഡിമാൻഡ് കൂടുതലുള്ള നല്ലൊരു പൂച്ചെടിയാണിത്. കണ്ണിനിമ്പം തരുന്ന ഒരുപാട് നിറങ്ങളിൽ നിറയെ പൂക്കൾ കാണാൻ കഴിയുന്ന നല്ലൊരു സുന്ദരി. നാടൻ ഇനങ്ങൾ വർഷത്തിൽ 2-3 തവണയൊക്കെ പൂവിടുമ്പോൾ നൂതന ഇനങ്ങൾ കുറഞ്ഞത് 6-7 തവണയെങ്കിലും നമുക്ക് പൂക്കൾ തരുന്നു. പുതിയതായി വരുന്ന പല ഇനങ്ങൾക്കും മുള്ളുകളില്ല കേട്ടോ. അവ ബലം കുറഞ്ഞ വള്ളികൾ പോലെയുള്ള കമ്പുകളാണ്. ഇത്തരം ചെടികളിൽ നമുക്ക് വള്ളിച്ചെടിയായിട്ടും കമ്പുകോതി കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. ഒക്ടോബർ മുതൽ മെയ് മാസം വരെ ഏത് ചുട്ടുപഴുത്ത് പൊള്ളുന്ന വെയിലിലും നിറയെ പൂക്കൾ കാണാനായിട്ട് കഴിയും. പരിപാലനം എളുപ്പമാണെന്നുള്ള ഒരു കാരണത്തോടെ ബോഗൺവില്ലയുടെ ശേഖരം ഹോബിയാക്കിയ ഒരുപാട് പേര് എൻ്റെ അറിവിലുണ്ട് കേട്ടോ. പൂക്കൾ കൊഴിയാതെ ഒരുപാട് നാൾ കാണുന്നു എന്നതിനാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് വീട്ടമ്മമാരുടെ വരുമാനം കൂടിയാണ് ബോഗൺവില്ല. ഇളം തണ്ടുകൾ നട്ട് പല ചെടികളും വളർത്തിയെടുക്കാവുന്നതാണ്. എന്നാൽ പുതിയ ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തോ പതിവയ്ക്കലോ ഒക്കെ ചെയ്ത് മാത്രമാണ് വളർത്തിയെടുക്കാൻ കഴിയുക. ചെടിയിൽ നിന്നും ഇളം കമ്പുകൾ മുറിച്ചെടുത്ത് അതിൻ്റെ തലഭാഗം മുറിച്ചു മാറ്റി ഇലകൾ കളഞ്ഞ് താഴ്ഭാഗത്തു നിന്നും വേരുകൾ എളുപ്പത്തിൽ വരാനായിട്ട് 4 സ്പൂൺ ചിരട്ടക്കരി പൊടിച്ചെടുത്തതിൽ 1 സ്പൂൺ റൂട്ടെക്സ് കലർത്തിയതിൽ മുക്കിയിട്ട് ശേഷം നമ്മൾ ആ മണലും ചകിരിച്ചോറും ഒക്കെ കലർത്തിയ കുതിർത്ത മിശ്രിതത്തിൽ കമ്പ് നട്ടു കൊടുക്കാം. കമ്പുകൾ നട്ടതിന് ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ വായ്ഭാഗം നീക്കിയ കുപ്പി കൊണ്ടൊക്കെ മൂടി കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ഈർപ്പം നിലനിർത്താനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ ഈർപ്പാവസ്ഥ കൂടുന്നത് പുതിയ തളിർപ്പുകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. കമ്പ് നട്ടുകൊടുത്ത ശേഷം തണലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് സൂക്ഷിക്കാനായിട്ട്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുകയും വേണം. പൂർണ്ണ വളർച്ചയെത്തിയ പരമ്പരാഗത ബോഗൺവില്ലയിൽ പുതിയ സങ്കര ഇനം ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തും വളർത്തിയെടുക്കാൻ കഴിയും. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ചെടി നട്ടു പരിപാലിക്കേണ്ടത്. മെയ് അവസാനത്തോടു കൂടി ആഴത്തിൽ നമ്മൾ ഈ ചെടിയുടെ കമ്പുകളൊക്കെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് പുതിയ തളിരുകൾ വരികയും കൂടാതെ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മഴക്കാലത്തിന് ശേഷം കുറഞ്ഞ രീതിയിൽ മാത്രം നമ്മുടെ ഈ ചെടി നനച്ചു കൊടുക്കാം. ചെടിയുടെ തളിരിലകൾ വാടി വരുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ കുറഞ്ഞ രീതിയിൽ നന കിട്ടുമ്പോൾ നമ്മുടെ ചെടിയിൽ ഒരുപാട് പൂക്കൾ വരുന്നു. ചെടി നിറയെ പൂക്കളായി കഴിയുമ്പോൾ ദിവസവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. കൂടാതെ ഒരുപാട് നീളം വെച്ച് പോകുന്ന തണ്ടുകളിൽ പൂക്കൾ കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ആ തണ്ട് നമ്മൾ മുറിച്ച് മാറ്റണം. കൂടാതെ കമ്പ് കോതിയ ചെടി അധികമായിട്ട് പൂവിടാനായിട്ട് റോക്ക് ഫോസ്ഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും അടങ്ങിയ കൂട്ടുവളം നമുക്ക് നൽകാവുന്നതാണ്. കൂടാതെ ഇത് രണ്ടും ചേർക്കുമ്പോൾ മിശ്രിതത്തിൽ വരുന്ന പുളിപ്പ് മാറ്റാനായിട്ട് അല്പം കുമ്മായം വിതറി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ ബോഗൺവില്ലയുടെ ഒരു സീസണാണല്ലേ. ബോഗൺവില്ല ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.